ഹായ് ഓൾ, ഇറ്റ്സ് മീ ഷാഹില. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. എൻ്റെ കേക്കിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് പലരും DM ചെയ്യാറുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഞാൻ കേക്കിൽ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്. അത് കട്ടർ ഉണ്ടോ, ആ കട്ടർ എവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുക, അതിൻ്റെ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അത് എവിടെ നിന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഒട്ടും ചിലവില്ലാണ്ട് നമുക്ക് ഈ കട്ടേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ചിലരൊക്കെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നുണ്ടാവും, എന്നാലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനായിട്ട് ആദ്യം നമ്മൾ പിൻട്രസ്റ്റിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു നമ്പർ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യണം. ഫോണിലെ ഡിസൈനൊന്നും കാര്യമാക്കണ്ട. നമ്മളിപ്പോൾ സെർച്ചിങ് ബാറിൽ പോയിട്ട് നമുക്ക് വേണ്ട ഒരു നമ്പർ അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ പല ടൈപ്പിലുള്ള മോഡൽസ് വരും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം. നമ്മൾ ഡൗൺലോഡ് ചെയ്ത പിക്ചർ ഗാലറിയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് വേണ്ട സൈസിൽ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഫോണിൻ്റെ മേലെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അത് ട്രേസ് ചെയ്തെടുക്കണം. നമുക്ക് അക്രലിക്കിൻ്റെ ടോപ്പേഴ്സ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ പിറകിലായിട്ടൊരു കുറച്ച് തിക്നെസ് ഉള്ള ഒരു പേപ്പർ കിട്ടുന്നില്ലേ, അതൊക്കെ ഞാൻ എടുത്ത് വെക്കാറുണ്ട്. ഇങ്ങനത്തെ കയ്യിലില്ലാത്ത ടോപ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. അതാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. ഈ പേപ്പറിൻ്റെ മേലേക്ക് നമ്മൾ ബട്ടർ പേപ്പറിൽ വരച്ച് വെച്ച നമ്പർ ഒന്നുകൂടെ വെച്ചിട്ട് പ്രസ് ചെയ്ത് ഒന്നുകൂടെ വരച്ചെടുക്കുക. അതിലേക്ക് നോക്കിയാൽ കാണാം നമുക്ക് അതിൻ്റെ ഒരു പ്രിന്റ് വന്നിട്ടുണ്ടാവും. ജസ്റ്റ് അതിൻ്റെ മേലെ ഇനി പെൻസിൽ കൊണ്ട് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം, ഞാൻ വരയ്ക്കാറില്ല. ജസ്റ്റ് അത് നല്ല നീറ്റിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത്രേ ഉള്ളൂ പണി. ഇതാണ് എൻ്റെ കട്ടേഴ്സിന് പിന്നിലുള്ള സീക്രട്ട്. ഈ കാണുന്ന നമ്പേഴ്സ് എല്ലാം ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തതാണ്. ഇതാകുമ്പോൾ നമുക്ക് വേണ്ട ഡിസൈനിലും സൈസിലും ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്ത കട്ടേഴ്സ് നമ്മൾ ഫോണ്ടന്റ് പരത്തിയിട്ട് അതിൻ്റെ മേലെ വെച്ച് നല്ല നീറ്റിൽ കട്ട് ചെയ്തെടുക്കുക. അതിനൊരു എംബോസിംഗ് ഒക്കെ കൊടുത്തിട്ട് നമുക്കത് ഡിസൈൻ ചെയ്ത് കേക്കിൽ അപ്ലൈ ചെയ്യാം. അതേപോലെ നോൺ എഡിബിൾ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫോം ഷീറ്റിൽ വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് ഡബിൾ ഷെയ്ഡ് കൊടുത്തിട്ട് ചെയ്യാം. എൻ്റെ ഒട്ടുമിക്ക കേക്കിലും ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അത് കുറച്ചുകൂടെ കേക്കിന് ഒരു ലുക്ക് കൊടുക്കും. ഈ രണ്ട് മെത്തേഡിലും ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്